ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഓണം സീരീസിന്റെ 8ാമത്തെ വീഡിയോയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഓണസദ്യക്ക് ആവശ്യമായിട്ടുള്ള കാളനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു ചേന എടുത്ത് അരിഞ്ഞത് ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ അരിഞ്ഞതിന് ശേഷം 1 കപ്പ് ചേനയാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഏത്തയ്ക്ക അരിഞ്ഞു വച്ചിട്ടുണ്ട്. 1.5 ഏത്തയ്ക്ക നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷം 1 കപ്പുണ്ട്. ഏത്തയ്ക്കയെ നമ്മളിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഏത്തയ്ക്കയാണെങ്കിലും ചേനയാണെങ്കിലും നല്ല ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, തീരെ ചെറുതാക്കാൻ പാടില്ല. അതുപോലെ നമ്മൾ 2 പച്ചമുളകും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാളൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ചേന ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടെ തന്നെ വാഴയ്ക്കയും കൂടി നമുക്ക് തട്ടിക്കൊടുക്കാം. അത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുക. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 3/4 ടീസ്പൂണൊക്കെ മതിയാകും. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളൊരു 3/4 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് അരച്ചിട്ട് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലിട്ട് കൊടുത്ത പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് വേണമെങ്കിൽ അരച്ചെടുക്കാം. നമ്മളിപ്പോൾ പച്ചമുളകും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ അതിൽ തന്നെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നമ്മൾ തേങ്ങ മാത്രം അരച്ചെടുത്തിട്ടാണ് വരുന്നത്. ഈ ഒരു സമയം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇതെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ വെന്ത് കഷ്ണങ്ങളെല്ലാം വെന്ത് ഈ ചാറെല്ലാം വറ്റി വരണം. അതുവരെ നമ്മൾ വേവിക്കണം. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഈ ഒരു സമയം തുറന്ന് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. എല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നിങ്ങൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ സൂക്ഷിക്കണേ, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്പൂൺ എങ്ങാനും കൊണ്ട് നോക്കിയാൽ മതിയാകും. നമ്മുടെ ചേന കഷ്ണങ്ങളും വാഴയ്ക്ക കഷ്ണങ്ങളും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ഇരുന്ന് നല്ലപോലെ വറ്റി വരണം. ആ വെള്ളമെല്ലാം വറ്റി വരണം. അപ്പം നമുക്ക് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. നമുക്ക് വീണ്ടും അടപ്പ് തുറന്ന് നോക്കാം. നമ്മുടെ ചാറെല്ലാം ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കാളൻ ഉണ്ടാക്കുമ്പം എപ്പോഴും പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇതിനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം.
നമ്മളൊരു 1/4 കപ്പ് തൈര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിന് നല്ലപോലെ കുറുക്കിയെടുക്കണം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ തൈരെല്ലാം ഇപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത തൈരിൻ്റെ പകുതിയോളമായിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയം തീ നല്ലപോലെ കുറച്ചിടണം. ഇനി ഈ തേങ്ങയുടെ പച്ച ചുവയൊക്കെ മാറണം. അപ്പോൾ നല്ലപോലെ ഒരിക്കൽ കൂടെ നമ്മൾ കുറുക്കിയെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതിയേ. ഇതിന് കുറച്ചുകൂടെ കുറുകി കിട്ടണം. നമ്മുടെ കുറുക്ക് കളൻ ഇപ്പം കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്ക് ഈ ഒരു സമയം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇത് മൺചട്ടിയിലിരുന്ന് കുറച്ചും കൂടി കുറുകി കിട്ടും. ഇനി കാളൻ ആവശ്യമായിട്ടുള്ള കടുക് വറുക്കാനായിട്ട് നമ്മൾ ആദ്യം ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുകെല്ലാം നല്ലപോലെ പൊട്ടണം. കടുകെല്ലാം പൊട്ടുമ്പോഴേക്കും നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത്രയും മതി. ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കടുക് വറുത്തതിനെ നമ്മുടെ കറിയിലേക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കറിയെല്ലാം നല്ലപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ കുറുകിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കറി ഒരു പാത്രത്തിലേക്ക് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കടുക് വറുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാളൻ റെഡി.
അപ്പോൾ എല്ലാവരും ഈ ഓണസദ്യക്ക് ഈ കാളനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക്